ദേവേട്ട ചെയ്യുന്നേ? ഒത്തിരി വിഷസ് വന്നിങ്ങനെ കിടക്കുക. അവർക്കൊക്കെ റിപ്ലൈ അയച്ചോണ്ടിരിക്കുക. ദേവേട്ടൻ കാണാൻ വേണ്ടിയില്ലേ ഞാനിങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങി വന്നേ? എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഫോണും ഞോണ്ടിക്കൊണ്ട് നിൽക്കുക. ഞാൻ ഈ വിഷസിനൊക്കെ ഒന്ന് മറുപടി അയക്കട്ടെ വൈദേഹി. അല്ലെങ്കിൽ ഇതൊക്കെ ഒരു അഹങ്കാരാണെന്ന് കരുതില്ലേ? എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി പറഞ്ഞിട്ട് പിന്നെ ഫോണിന്റെ കാര്യമൊക്കെ നോക്കിയാ പോരെ? നീ എങ്ങനെ ഒരുങ്ങിയാലും എനിക്ക് നിന്നെ വലിയ ഇഷ്ടം. നിന്റെ ഈ രൂപത്തെക്കാളും നിന്റെ മനസ്സിനെയാ ഞാൻ സ്നേഹിക്കുന്നേ. അതുകൊണ്ട് എന്നും നീ എനിക്ക് ചന്തമുള്ളോളാ. ഞാനൊരു ഉമ്മ കൂടെ തൊന്നാലോ? മൽഹാറിലെ വെൺമേഘമേ വെൺപൂവലഴകായി പെയ്തു നീ മണിമുത്തുകൾ നീ കോർത്തു മഴവില്ലിനഴകായി നീ മൽഹാറിലെ വെൺമേഘമേ ഇതാ ഞാൻ പറഞ്ഞേ, ഒന്നിനും സമ്മതിക്കില്ല. അതുകൊണ്ട് നിന്റെ ഈ ചന്തം എന്റെ മനസ്സ് മയക്കിയാലും എന്നെ ഞാനങ്ങ് കൺട്രോൾ ചെയ്ത് പിടിക്കും. ഇനി ഫ്രണ്ട്സിന് വിശ്വാസം അയക്കാല്ലാണ്ട് ചെയ്യാം. ശരി, ഫ്രണ്ട്സിന് മറുപടി കൊടുത്തോളൂ. അതിനു മുന്നേ എനിക്ക് ബ്ലെസ്സിങ്സ് താ ദേവേട്ടാ. എന്താ പറഞ്ഞേ? ബ്ലെസ്സിങ്സ് ദേവേട്ടാ. എന്റെ അമ്മോ, സാമ്പ്രാണിത്തിരി, നീ ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങിയോ? മറ്റുള്ളവര് പറയുന്നത് കേട്ടിട്ട് ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. ശരി, അതിരിക്കട്ടെ. ഈ ബ്ലെസ്സിങ് എന്തിനാണാവോ? ഇന്ന് അമ്പലത്തില് ദേവേട്ടന്റെ കൂടെ ഇരുന്ന് പൂജ ചെയ്യണമെന്ന് ആശീർവദിക്ക് ദേവേട്ടാ. എന്തോന്ന്? നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹം നടത്താൻ ഞാൻ തന്നെ നിന്നെ അനുഗ്രഹിക്കണമെന്നോ? അതെ ദേവേട്ടാ, ഭർത്താവ് അനുഗ്രഹിച്ച ഭഗവാൻ അനുഗ്രഹിച്ചതിന് തുല്യോ. പതി പ്രത്യക്ഷ ദൈവമാണെന്നല്ലേ പറയാറ് ദേവേട്ടാ. ദേവേട്ടൻ എന്നെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ച ദേവേട്ടന്റെ കൂടെ ഞാനും പൂജയിലുണ്ടാവും. അനുഗ്രഹിക്ക് ദേവേട്ടാ. അതെ, ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കേണ്ടതേ അവന്റെ കൈകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാ. ഇന്ന് നമ്മൾ ഒന്നിച്ച് പൂജ ചെയ്യണം ദേവേട്ടാ. എന്നാലേ ഈ സ്ഥാനം ശാശ്വതമായിട്ട് കിട്ടൂ. അത് ഉറപ്പായിട്ട് നടക്കൂടാ. ഇനി നോക്കിക്കോ ദേവേട്ടാ. അതൊന്നുമല്ല, ഇതാ മഹേന്ദ്രൻ മെസ്സേജ് അയച്ചതാ. മഹേന്ദ്രനോ? അതെ. ദേവേട്ടാ നിക്ക്. എല്ലാവർക്കും മെസ്സേജ് അയച്ചതുപോലെ മഹേന്ദ്രന് മെസ്സേജ് അയക്കണ്ട, ഫോൺ ചെയ്ത് സംസാരിക്ക. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളല്ലേ, വിശേഷ ദിവസമായിട്ട് നമ്മൾ കൂടെയുണ്ടെന്ന് ഒരല്പം സന്തോഷിച്ചോട്ടെ പാവം. മഹേന്ദ്രൻ ദേവേട്ടന്റെ കൂടെ പറഞ്ഞ ചേട്ടന. ഇവിടെ എല്ലാവരും ഉത്സവം ആഘോഷിക്കുമ്പോ നമ്മളെ ഓർത്തോണ്ട് അവിടെ ഒറ്റയ്ക്ക് കഴിയ. സത്യത്തിലും വിശ്വസ് പറഞ്ഞാ പോരാ, ഉത്സവത്തിന് വിളിക്കാ വേണ്ടത്. ഫോൺ ചെയ്തേ വിടാ. വെറുതെ ഒരു വിശ്വസ് പറഞ്ഞാൽ ശരിയാവില്ല. ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞാലോ? അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കൂടെ ആഘോഷിക്കല്ലേ? ഞാൻ വിചാരിച്ചത് തന്നെയാ ദേവേട്ടൻ പറഞ്ഞ. ഞാനും അത് പറയാൻ തുടങ്ങായിരുന്നു. പക്ഷെ ദേവേട്ടൻ എന്ത് പറയുന്നു കരുതിയാ മിണ്ടാതിരുന്ന. ഫോൺ ചെയ്തേ വേട്ടാ. ഈ വിശേഷ ദിവസം സ്വന്തം അമ്മയോടൊപ്പം കഴിയാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടട്ടെ. പയ്യെ പയ്യെ ഈ കുടുംബമായിട്ട് ബന്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. ഹലോ ദേവ, ഹാപ്പി സംക്രാന്തി. ഹാപ്പി സംക്രാന്തി ബ്രദർ. ഇപ്പൊ എവിടെയാ? ഞാൻ പുറത്താ ദേവ. എന്താ? എന്നാ വേഗം പുറപ്പെട്ട് വീട്ടിലേക്ക് വരാൻ നോക്ക്. അതെന്തിനാ ദേവ? അതെന്ത് ചോദ്യേട്ടാ? ഈ കുടുംബം ബ്രദറിന്റെയും കൂടിയാണെന്ന് അന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഒരു വിശേഷ ദിവസമായിട്ട് പുറത്ത് കറങ്ങി നടക്ക.
ഇന്ന് നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പോവാ. എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തിയേക്കണേ. ഇങ്ങനെ കണ്ട നേരത്തൊന്നും എന്നെ വിളിക്കരുത്. എന്നെ കൊല്ലാനാണോ നിന്റെ തീരുമാനം? എന്താ മഹേന്ദ്ര ഒന്നും മിണ്ടാത്തെ? വരാതിരിക്കില്ലല്ലോ? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ഭക്ഷണത്തിനൊക്കെ വരുമെന്ന് വെച്ചാ എനിക്കതിനുള്ള യോഗ്യത ഉണ്ടെന്ന് തോന്നില്ല ദേവ. എന്തുകൊണ്ടില്ല? എന്റെ ഏട്ടനെ പോലെയാണെന്ന് ഞാനല്ലേ പറഞ്ഞേ. അപ്പൊ ഏട്ടൻ അവിടെയും അനിയൻ ഇവിടെ ആയാൽ എങ്ങനെയാ? ഏട്ടൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നോക്ക്, ഞാൻ നേരെ അങ്ങോട്ട് വരും. അത് വേണ്ട ദേവ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി, ഞങ്ങളുടെ കാത്തിരിക്കുവേ. ആയിക്കോട്ടെ. എന്തു പറഞ്ഞു ദേവേട്ടാ? വരാന്ന് പറഞ്ഞോ? ആ, വരാന്ന് പറഞ്ഞു. നോക്കൂ ഊർമിളെ, സംക്രാന്തിയുടെ അന്ന് മറ്റു പലഹാരങ്ങളെക്കാളൊക്കെ പ്രധാനപ്പെട്ടത് ഈ ശർക്കര പായസ. നിങ്ങൾക്കിതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ? നമ്മുടെ വയലിൽ വിളഞ്ഞ ആദ്യത്തെ വിളവായത്. ആ വിളവെടുപ്പിന് ശേഷം ആ അരി ഉപയോഗിച്ച് ഈ ശർക്കര പായസം ഉണ്ടാക്കുക. സൂക്ഷിച്ചു വേണിത് ചെയ്യാൻ. ഇത് നിവേദ്യമായിട്ട് കണക്കാക്കുക. എന്നാ ഊർമിളെ, ബാക്കി പലഹാരങ്ങളൊക്കെ ആയില്ലേ? ഭക്ഷണം എടുത്ത് മേശയിലേക്ക് വെച്ചു. നീ സവോളയും പച്ചക്കറി അരിഞ്ഞു വെക്ക. സവോളയോ? ഞാനോ? അതെന്താ ഊർമിള അങ്ങനെ പറഞ്ഞ്? വലിയ പാടുള്ള പണിയൊന്നും അല്ലല്ലോ അത്. ഞാൻ അരിഞ്ഞു തന്നോളാം, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട. അത് വേണ്ട മുത്തശ്ശി, നിങ്ങൾ മാറ്. അയ്യോ, ഇതൊക്കെ ചെയ്ത ഇത്രയും കാലം ജീവിച്ചേ. ഏയ്, നിനക്കെന്താ ഇവിടെ കാര്യം? ശർക്കര പായസത്തിന് കലം കൊണ്ടുവന്നിട്ടുണ്ട്. നിന്നോട് ആരും ഇതെടുത്തോണ്ട് വരാൻ പറഞ്ഞു? ആരും പറഞ്ഞിട്ട് കൊണ്ടുവന്നതല്ലമ്മേ, ഞാനായിട്ട്. അമ്മയെന്ന് വിളിക്കരുതെന്ന് നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ? നല്ലൊരു ദിവസമായിട്ട് അല്പം സമാധാനം തന്നൂടെ? എല്ലാം കൂടി അടിച്ചു മരിക്ക്. അവസാനം എല്ലാവരും എന്റെ കൈകൊണ്ട് മരിക്കേണ്ടവരാ. ശരി, വിളിക്കില്ല. ഇതെടുത്തോളൂ. നിന്റെ കൈകൊണ്ട് എടുത്തതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ എനിക്ക് 2 മരുമക്കളുണ്ട്. എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും. ഞാനാ അമ്മയുടെ മരുമോള്. എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ആരും ഒരാളെ കൊണ്ട് എല്ലാം ചെയ്യിക്കാൻ നോക്കുന്നത് എന്തിനാ? എന്തിനാ നോക്കി നിൽക്കുന്ന? പോയ ഇവിടുന്ന്.
വിളിക്കേ അമ്മ അങ്ങോട്ട്. അവൾ ഇപ്പോഴും അവിടെ തന്നെ നിപ്പുണ്ട്. അമ്മ അവിടെ നിക്ക്, ഞാൻ നോക്കിക്കോളാം. ഡീ, എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന? നേരെ മേളിൽ കയറി പോവാനല്ലേ പറഞ്ഞേ? മനസ്സിലായി കാണുമല്ലോ, ഇതാണ് നിന്റെ അവസ്ഥ. നിന്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയനെ. നിന്റേത് കാണ്ടാമൃഗത്തിന്റെ തൊലിയായതുകൊണ്ടാ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന. ദേവാ, ദേവാ, ആഹാ, എവിടെ ഉണ്ടായിരുന്നോ? ഇവനെന്താ ഈ സമയത്ത്? ഇവളാണോ വിളിച്ചു വരുത്തിയേ? ഹായ്. ഏയ്, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? എന്താ നിനക്ക് വേണ്ടേ? ദേവനാ ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞേ. എന്തിന്? ഇന്ന് സംക്രാന്തി ദിവസമല്ലേ, ദേവൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിരുന്നു. ഓ, അപ്പ സാറ് മൂക്കുമുട്ട തിന്നാൻ കയറി വന്നതാണല്ലേ? കഷ്ടം. ഇപ്പൊ വീട്ടിലുള്ളവരെക്കാൾ കൂടുതൽ പുറത്തുള്ളവരാ ഇവിടെ ഭക്ഷണത്തിന് കൂടുന്നു. നീ വായടക്കേ. വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോട് ഇങ്ങനെയാണോ പെരുമാറുക? ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ പഠിക്കേണ്ട കാര്യമില്ല. എന്തു പറ്റി ഊർമിളെ? ഒന്നുമില്ല ഇന്ദു അമ്മേ. വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റുകളെ ബഹുമാനിക്കുന്നില്ലെന്ന് പറഞ്ഞ് കൊച്ചുമോനെ വഴക്കു പറയുകയായിരുന്നു. പക്ഷെ ഒരു അതിഥിയാവുമ്പോ ആ കുടുംബത്തിന് നല്ലത് വിചാരിക്കുന്നവരായിരിക്കണം, മനസമാധാനം നശിപ്പിക്കുന്നവരായിരിക്കരുത്. ഇങ്ങനെയൊക്കെ പറയാൻ അദ്ദേഹത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? അദ്ദേഹം എന്ത് മനസ്സമാധാനം നശിപ്പിച്ചെന്നാ? എന്താ ചെയ്തെന്നോ? വൈശാലിയെ വൈദേഹിയാക്കി മാറ്റി അമ്പലത്തിലോട്ട് വിളിച്ചോണ്ട് വന്നില്ലേ? ഇപ്പൊ ദേവൻ വിളിപ്പിച്ചു എന്ന് പറഞ്ഞ് വൈശാലിയെ വൈദേഹിയാക്കി കാണിച്ച് ദേവന്റെ മനസ്സ് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി കേറി വന്നിരിക്കുക. അതുകൊണ്ടാ അങ്ങനൊക്കെ പറഞ്ഞത്. അത് തെറ്റാണോ? ബാലാമണി, ബാലാമണി ചേച്ചി, എന്താ അവിടെ ഒരു ബഹളം? ഏതോ ഒരു മഹീന്ദ്രൻ വന്നിട്ടുണ്ട്. ശരി, നീ ഇതൊക്കെ ഒന്ന് നോക്കിക്കോ. ശരി ചേച്ചി. ഇതാണ് പറ്റിയ സമയം. എന്താ ബാലാമണിയെ, നിനക്ക് ഈ പായസം ഉണ്ടാക്കാൻ അറിയോ? ആ, കുന്തം അറിയാം. ഞാൻ പായസം ഉണ്ടാക്കിക്കൊള്ളാം, നീ കറിക്കരിയേ. ശരി ചേച്ചി. ആ, ഇന്നത്തോടെ എന്റെ പ്രതികാരം തീരും ദശരഥരാമവർമ്മേ. ഓരോരുത്തരായി മരിക്കുന്നത് എനിക്ക് കാണണം. നിങ്ങളെല്ലാം പോയ ശേഷം ഈ ആസ്തിയും ഐശ്വര്യവും എന്റെ സ്വന്തമാകും. ആഹാ, ഒത്തു വന്നിട്ടുണ്ട്. പായസത്തിന്റെ മണം തകർക്കുന്നുണ്ടല്ലോ. വീട്ടിലെല്ലാവരും ഓരോ കപ്പ് കുടിച്ചാ മതി, അതോടെ എന്റെ പണി തീരും. ഹാ, കഴിഞ്ഞിരിക്കുന്നു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ദേവന്റെ കാര്യം ആലോചിച്ചിട്ടാ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത്. അതല്ലാതെ ഇയാളെനിക്ക് ശത്രുവൊന്നുമല്ല. ആ അമ്മേ, വന്നോ? ഇയാളെ കണ്ടില്ലേ? വൈശാലിയെ വൈദേഹിയാണെന്നും പറഞ്ഞ് ദേവന്റെ മനസ്സ് മാറ്റാൻ വന്നിരിക്കുന്ന ആളാ.
ഇദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യണം പോലും. വേണോ അമ്മേ? ഊർമിള ചെയ്തത് ശരിയായില്ലെന്നേ ഞാൻ പറയും. പക്ഷെ ഇവിടുത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോ അത് തെറ്റല്ലെന്നും തോന്നുന്നുണ്ട്. വഴിയെ പോകുന്ന പ്രശ്നത്തെയൊക്കെ വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിക്കണോ? ഇന്ന് സംക്രാന്തി അല്ലേ, എല്ലാവരെയും കണ്ടെന്ന് ആശംസ പറയണം തോന്നി, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നത്തിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിക്ക് മഹീന്ദ്ര, ചേട്ടൻ ദേവേട്ടൻ വിളിച്ചതുകൊണ്ട് മാത്രല്ലേ ഇങ്ങോട്ട് വന്നത്. ഒരു വട്ടം ദേവേട്ടനെ കണ്ടിട്ട് പോവാലോ. അതൊന്നും വേണ്ട. ദേവനെ കാണേണ്ട യാതൊരു കാര്യവുമില്ല. മഹേന്ദ്ര, വന്നിട്ട് ഒത്തിരി നേരമായോ? എന്തിനാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? അങ്ങോട്ട് ഇരിക്കാൻ പാടില്ലായിരുന്നോ? എന്തിനാണ് ദേവ? ഉള്ള മനസ്സമാധാനം കൂടി നശിപ്പിക്കാനാണോ? ഊർമിളെ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അമ്മേ, അമ്മയ്ക്ക് മനസ്സിലാകാത്തോണ്ടാ. ഈ വൈശാലിയെ കാണിച്ച് വൈദേഹിയാണെന്ന് പറഞ്ഞ് ദേവന്റെ മനസ്സ് മാറ്റാൻ നോക്കൂ ഇവൻ. ഒടുവില് ദേവൻ വൈശാലി വൈദേഹിയാണെന്ന് പറഞ്ഞാലും ആരും അതിശയിക്കേണ്ടി വരില്ല. എടത്തി, ആരെങ്കിലും വൈശാലി വൈദേഹി എന്ന് പറഞ്ഞാ അവൾ അങ്ങനെ വൈദേഹി ആവില്ല. അതുപോലെ തന്നെ ഏട്ടത്തി വൈദേഹി വൈശാലിയാണെന്ന് പറഞ്ഞാലും അവൾ വൈദേഹി അല്ലാതാവില്ല. അതുകൊണ്ടല്ല ദേവാ. ഇനി ഒരക്ഷരം മിണ്ടാൻ പാടില്ല. വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ബഹുമാനിക്കുന്നതാണ് സംസ്കാരം. മാത്രമല്ല, മഹീന്ദ്രൻ എന്റെ അതിഥിയായിട്ടാണ് ഇവിടെ വന്നത്. എന്റെ ഏട്ടന്റെ സ്ഥാനത്തുള്ള ഒരാളെ ഇങ്ങനെ അപമാനിക്കാൻ ഞാനൊരിക്കലും സമ്മതിക്കില്ല. സൗകര്യം ഉണ്ടെങ്കിൽ വിവരങ്ങൾ അന്വേഷിക്കാം, അല്ലെങ്കിൽ കണ്ട ഭാവം നടിക്കാതിരിക്കുക. സോറി ബ്രദർ, ഏട്ടത്തി പറഞ്ഞൊന്നും മനസ്സിൽ വെക്കണ്ട. അയ്യോ, നീ എന്തിനാ എന്നോട് സോറി പറയുന്ന ദേവ? ഞാൻ കാരണം എന്റെ വീട്ടില്... അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇതെങ്ങനെ എന്റെ കുടുംബമല്ല, തന്റെ ഇങ്ങോട്ട് കുടുംബമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമ ചോദിച്ചത്. നിന്റെ കുടുംബം എന്ന് പറയുമ്പോ ഇവരെല്ലാവരും എന്റെയും കുടുംബം കൂടിയല്ലേ. കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താ? താങ്ക് യു ബ്രദർ. ശരി, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വാ. ഇവരിങ്ങനെ ചേട്ടനെയും അനിയനെയും പോലെ അടുത്താൽ എവിടെ കൊണ്ടെത്തിക്കും ഈശ്വര? ഇവിടെ ഇരിക്കെ. സോറി ട്ടോ ബ്രദർ, എന്റെ ഏട്ടത്തി ഇങ്ങനെയാ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയില്ല. അവരുടെ മുന്നിൽ വെച്ച് എനിക്കൊന്നും പറയാനും പറ്റിയില്ല. എന്തെങ്കിലും പറഞ്ഞാ അവര് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നോട് ക്ഷമിക്കണം. എന്താ വൈദേഹി നീയും ഇങ്ങനെ? ഇതെന്റെ കുടുംബമാണെന്നല്ലേ പറഞ്ഞേ? പിന്നെ ഞാൻ എന്തിനു വിഷമിക്കണം? നമുക്ക് ഈ ടോപ്പിക് അങ്ങ് വിട്ടേക്കാം. നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയേ കൊള്ളായിരുന്നു. അത് ശരിയാ വൈദേഹി, എനിക്ക് നല്ല വിശപ്പുണ്ട്. ശർക്കര പായസം ഉണ്ടാക്കിയിട്ടില്ലേ? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എടുത്തോണ്ട് വാ. ക്ഷമിക്കണം ദേവേട്ട. അതെന്താ അങ്ങനെ പറയുന്നേ? എന്താ പായസം ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കാൻ സമ്മതിച്ചില്ല. ഞാൻ കൊണ്ടുകൊടുത്ത കലം പോലും മാറ്റി വെച്ചു കളഞ്ഞു. നീ വൈദേഹിയാണെന്ന് അവര് തിരിച്ചറിയുന്നത് വരെ ഇങ്ങനെയുള്ള അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരും വൈദേഹി. പക്ഷെ അതിനെല്ലാത്തിനും ഇന്നത്തെ പൂജയോടുകൂടി ഞാനൊരു അവസാനം ഉണ്ടാക്കും.